നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. കോഴയിൽ കൊഴുക്കുന്ന പ്രക്ഷോഭം. മാണിക്കെതിരെ അപവാദ പ്രചരണമെന്നാരോപിച്ച് പാലായിൽ ഇന്ന് UDF ഹർത്താൽ. രാജി ആവശ്യവുമായി ഇടതു ഹർത്താൽ നാളെ. മാണി രാജിവയ്ക്കും വരെ പ്രക്ഷോഭത്തിന് BJPയും LDFും. ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി BJP ഹർത്താൽ. ബഡ്ജറ്റുമായി മാണി തന്നെ സഭയിലെത്തും. പ്രീ ബഡ്ജറ്റ് ചർച്ച ഇന്ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ. പൊതുജനങ്ങൾക്കും പ്രവേശനമുള്ള ചർച്ചയ്ക്ക് കർശന സുരക്ഷ. കരിങ്കൊടിയുമായി DYFI പ്രവർത്തകർ. ആരോപണങ്ങളിൽ തുണയില്ലാതെ മാണി. ബിജു രമേശ് നൽകിയ ശബ്ദരേഖയെ തുടർന്ന് ജോസ് കെ മാണിയിൽ നിന്നും മൊഴിയെടുക്കാൻ വിജിലൻസ്. നാദാപുരത്ത് പകയുടെ കുരുതി. കോഴിക്കോട് നാദാപുരത്ത് സംഘർഷം. CPM പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. 5 പേർക്ക് പരിക്ക്. തൂണേരിയിൽ രാത്രി വൈകിയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് കോടഞ്ചേരി സ്വദേശി ഷിബിൻ. പ്രതിഷേധ സൂചകമായി വടകരയിൽ CPM ഹർത്താൽ. വെട്ടേറ്റത് അഖിൽ, അനീഷ്, വിജീഷ്, ബിനീഷ്, റിജീഷ് എന്നിവർക്ക്. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ കസ്റ്റഡിയിൽ. നാദാപുരത്ത് കനത്ത പോലീസ് ജാഗ്രത. സൗദി രാജാവ് വിടവാങ്ങി. സൗദി അറേബ്യയുടെ ഭരണാധിപൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം റിയാദിലെ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെ. ശ്വാസകോശ രോഗത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിൽ. സഹോദരൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് പുതിയ ഭരണാധികാരി. നിലവിൽ സൗദിയുടെ പ്രതിരോധ മന്ത്രി. അന്തരിച്ച അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് 2005 മുതൽ ഭരണാധിപൻ. സൗദി ഔദ്യോഗിക ദുഃഖാചരണത്തിൽ. ഭീകരതയ്ക്ക് കൈവിലങ്ങ്. പാകിസ്ഥാനിൽ 2 ഭീകര സംഘടനകൾക്ക് കൂടി നിരോധനം. നിരോധിക്കപ്പെട്ടത് ജമാഅത്തുദവ, ഹഖാനി ഗ്രൂപ്പ് സംഘടനകൾ. ഭീകര നിരോധനം അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന്. ഒബാമയുടെ ഇന്ത്യൻ സന്ദർശനം പശ്ചാത്തലം. ജമാഅത്തുദവ നേതാവും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാഫിസ് സയീദിന്റെ വിദേശ യാത്രകൾക്കും വിലക്ക്. കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.